T20 മത്സരങ്ങളിൽ കേരളത്തിന്റെ പ്രിയതാരം സഞ്ജു സാംസൺ ബാറ്റിംഗിനിറങ്ങുമ്പോൾ നമുക്ക് പ്രതീക്ഷകളേറെയാണ്. എന്നാൽ ഇംഗ്ലണ്ടിനെതിരായ കഴിഞ്ഞ 2 മത്സരത്തിൽ അടിപതറിയ സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. 3 മത്സരത്തിലും പുറത്തായതാകട്ടെ ആർച്ചറിന്റെ ബോളിലും. അവസാന മത്സരത്തിന് മുമ്പ് 140 കിലോമീറ്റർ മുകളിൽ വരുന്ന ആർച്ചറിന്റെ ബോളുകളെ നേരിടാൻ സഞ്ജു പ്രത്യേക പരിശീലനം നടത്തിയിരുന്നു. എന്നാലും പിഴച്ചു. മിഡ് ഓഫിലൂടെ ബൗണ്ടറി പറത്താൻ ശ്രമിക്കുന്നതിനിടയിലാണ് വിക്കറ്റ് നഷ്ടമായത്. അധിക ദൂരം പോകാതെ സിമ്പിൾ ക്യാച്ചായി ആദിൽ റഷീദിന്റെ കയ്യിൽ ഒതുങ്ങുകയായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താത്തതിനെതിരെ നമ്മൾ വലിയ വിമർശനം ഉയർത്തുമ്പോൾ ഇത്തരം പ്രകടനങ്ങൾ കൂടി അവർ വിലയിരുത്തും. തുടക്കം മുതൽ ഇത്തവണ അനാവശ്യ ഷോട്ടുകളില്ലായിരുന്നു. ബോളുകൾ കൃത്യമായി നോക്കിക്കളിച്ചു. അതിനിടയിൽ കിട്ടിയ ഒരു അവസരം മുതലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സഞ്ജുവിന് വിക്കറ്റ് നഷ്ടമായത്. ഒരർത്ഥത്തിൽ ഇംഗ്ലണ്ട് ഒടുക്കിയ കെണിയിൽ സഞ്ജു വീഴുകയായിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിൽ എങ്ങനെയാണോ സഞ്ജു ഔട്ടായത് അതേ പാറ്റേൺ അവർ വീണ്ടും ആവർത്തിച്ചു. എന്തുകൊണ്ട് സഞ്ജുവിനെ ഈ പിഴവ് വീണ്ടും സംഭവിക്കുന്നു? ആർച്ചറിൻ്റെ 140 സ്പീഡിന് മുകളിൽ വരുന്ന ബോളിനെ നേരിടുന്ന പ്രശ്നമാണോ, അതോ അതിനെ നേരിടുന്നതിലുള്ള ആശയക്കുഴപ്പമാണോ വിക്കറ്റ് പോയത്? വിക്കറ്റ് പോയ സമയത്ത് സഞ്ജുവിൻ്റെ മുഖത്തെ നിരാശ നമ്മൾ കണ്ടതാണ്. കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശ. ഒന്നുമല്ലെന്ന് പറഞ്ഞവർക്ക് സഞ്ജുവിന് മറുപടി നൽകാൻ പറ്റിയ അവസരങ്ങളായിരുന്നു കഴിഞ്ഞ 3 മത്സരങ്ങളും. കീപ്പിങ്ങിൽ സഞ്ജുവിൻ്റെ നിർണായകമായ തീരുമാനം ജോസ് ബട്ട്ലറുടെ വിക്കറ്റ് നേടാൻ സഹായിച്ചു. എന്നാൽ ബാറ്റിങ്ങിൽ തിളങ്ങാൻ കഴിയാതെ പോയത് ചെറുതൊന്നുമല്ല ആരാധകരെ നിരാശയിലാക്കുന്നത്. 2-1 എന്ന നിലയിലാണ് നിലവിൽ പരമ്പര. ജനുവരി 31-നാണ് ഇംഗ്ലണ്ടുമായുള്ള അടുത്ത മത്സരം. 2 മത്സരത്തിൽ വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ കളത്തിലിറങ്ങിയ ഇന്ത്യക്ക് അടിപതറി. എന്നാൽ അടുത്ത മത്സരം വിജയിച്ച് പരമ്പര സ്വന്തമാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇന്ത്യക്കുള്ളത്. ഒപ്പം സഞ്ജുവിന്റെ മികച്ച പ്രകടനം കാണാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ആരാധകർക്കുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.